ഇന്ന് രാവിലെ വളരെ അടുത്ത സ്നേഹിതൻ, ചില വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ബീഹാറിൽ ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടി തൻ്റെ സഭയിൽ നിന്നും കടന്നു വന്നു. അതിനുശേഷം അദ്ദേഹം വിളിച്ച് ചോദിച്ചു, എവിടെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഒരു കെട്ടിടമുണ്ടോ, സ്ഥലമുണ്ടോ? അപ്പോൾ നമ്മളുടെ പക്കൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം കാത്തലിക് കന്യാസ്ത്രീയായിരുന്ന ഒരു സഹോദരി അത് വിട്ട് തൻ്റെതായ ഒരു ആശ്രമം തുടങ്ങി. അവരുടെ സ്ഥലം അവർ നമുക്ക് സൗജന്യമായി നൽകിയതാണ്. അവിടെ കെട്ടിടങ്ങളൊന്നുമില്ലായിരുന്നു. ആ സ്ഥലത്തെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ അനേക വർഷങ്ങൾക്ക് മുൻപ് ഒരു ദർശനം കണ്ടിരുന്നു. അനേക കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ സ്ഥലത്ത് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു കെട്ടിടം വെക്കുവാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ പക്കൽ അതിനുവേണ്ടി പണമില്ലായിരുന്നു. അദ്ദേഹം അവിടെ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കി. നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുവാൻ കാര്യങ്ങൾ ചെയ്തു, സഹായിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറയുകയാണ്, തൻ്റെ വളരെ മനോഹരമായ, വളരെ ഉയർന്ന ശമ്പളമുള്ള തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ആ ശമ്പളത്തിൽ നിന്നുമായിരുന്നു താൻ സഹായിച്ചുകൊണ്ടിരുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വലിയ മാനസിക വിഷമം, ആഘാതം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള മാനസികാഘാതം ഉണ്ടായില്ല. ദൈവം നടത്തും, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വേല, ദൈവം പുതിയ വഴികൾ ദൈവത്തിന് തുറക്കാം. ദൈവം ബീഹാറിൽ നിന്ന് തന്നെ, ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ല എങ്കിൽ ആ സഹോദരനെ തന്നെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവത്തിന് വഴികളെ തുറക്കുവാൻ കഴിയും എന്ന് ഓർക്കുവാൻ, അദ്ദേഹത്തെയും ബലപ്പെടുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവദാസനും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി ചിന്തിച്ചത്. അപ്പോൾ പഴയതിനേക്കാൾ, മുൻപുണ്ടായിരുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മുൻപ് ഉണ്ടായിരുന്നതുപോലെയുള്ള മാനസികമായ പ്രയാസം ഉണ്ടാകാതെ ദൈവം സൂക്ഷിച്ചു. ദൈവം നടത്തും എന്ന് വിശ്വസിപ്പാനുള്ള കൃപ പഴയതിലും അധികമായി ദൈവം നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.